السلام عليكم ورحمة الله تعالى وبركاته والحمد لله وكفى وسلام على عباده الذين اصطفى أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ സർവ്വ അപരാധങ്ങളും കാരുണ്യവാനായ പടച്ചറബ്ബ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ കാരുണ്യവാനായ പടച്ചറബ്ബ് നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു ദിവസം പോലും മുടങ്ങാതെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹദീസുകൾ കേൾക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അത് മറ്റുള്ള ജനങ്ങളിലേക്ക് ദഅവത്തായി എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ, മരിക്കുന്ന സമയം ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലങ്ങൾ കണ്ടുകൊണ്ട് മരിക്കുവാൻ കാരുണ്യവാനായ പടച്ചറബ്ബ് എല്ലാവർക്കും അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ അഖ്തഅ ഖതീഅതൻ ഔ അദ്നബ ദൻബൻ സുമ്മ നദിമ ഫഹുവ കഫാറതുഹു. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരാൾ ഒരു തെറ്റോ പാപമോ പ്രവർത്തിക്കുകയും ശേഷം ഖേദിക്കുകയും ചെയ്താൽ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു പിഴവ് പറ്റിപ്പോയി, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കെതിരെ പ്രവർത്തിച്ചു പോയി, അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ജീവിതത്തിൽ എപ്പോഴെങ്കിലും സംഭവിച്ചു പോയി. അപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റോ പാപമോ പ്രവർത്തിക്കുകയും ശേഷം ഖേദിക്കുകയും ചെയ്താൽ, പടച്ചോനെ ഞാൻ ചെയ്തു പോയല്ലോ, ഞാൻ തെറ്റുകാരനായിപ്പോയല്ലോ, അള്ളാൻ്റെ മുന്നിൽ കണക്ക് പറയണമല്ലോ എന്നുള്ള ഒരു വല്ലാത്ത ഒരു ഖേദം, ഇതൊരു മനുഷ്യൻ ഖേദമുണ്ടാവും ഖേദിക്കുകയും ചെയ്താൽ ആ ഖേദം അതിന് പരിഹാരം, അതൊരു തൗബ പോലെയാണ്. പടച്ചോനെ ചെയ്തു പോയല്ലോ എന്നുള്ള ഒരു കുറ്റബോധം എൻ്റെ പ്രിയപ്പെട്ടവർ അതെങ്കിലും മനസ്സിലുണ്ടായാൽ അതൊരു പകരമാകുമെന്ന് ഹദീസിൽ കാണാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിൽ പലർക്കും ഇല്ലാതെ പോയതുപോലും നമ്മൾ തെറ്റാണ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം, പക്ഷെ ചെയ്തു പോയതിൻ്റെ പേരിൽ നമുക്കൊരു പ്രയാസം തോന്നാറില്ല, നമുക്കൊരു വിഷമം തോന്നുന്നില്ല. അയ്യോ അള്ളാൻ്റെ മുന്നിൽ കണക്ക് പറയണമെന്നുള്ള ഓർമ്മ നമുക്കുണ്ടാകുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ അങ്ങനെ ഉണ്ടാകണമെങ്കിൽ തന്നെ അവനിൽ അല്പമെങ്കിലും ഈമാൻ ഉണ്ടാകണം. ഈമാനുള്ളവർക്കല്ലേ അങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല കുല്ലു ഇബ്നു ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഈന അത്തവാബുൻ. ആദം സന്തതികൾ മുഴുവനും മനുഷ്യരെല്ലാവരും പാപം ചെയ്യുന്നവരാണ്, ആ തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല. എങ്കിൽ ആ തെറ്റ് ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും ഉത്തമനാരാ, ഏറ്റവും നല്ല പാപം ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യൻ അവൻ തൗബ ചെയ്യുന്നവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹു ഖാൽ സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്ന മിൻ സആദത്തിൽ മർഇ അയ്യതൂല ഉംറുഹു വയർസുഖുല്ലാഹു അൽ ഇനാബത്ത. മഹാനായ ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ആയുസ് ദീർഘിക്കുകയും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്യുന്നത് ഒരു മനുഷ്യന് കിട്ടുന്ന വലിയൊരു സൗഭാഗ്യമായിട്ടാണ് സ്വഹാബി അവിടെ നിന്ന് പഠിപ്പിക്കുന്നത്. ആയുസ് ഒരുപാട് കാലം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുവാനുള്ള ഒരു ആയുസ് അള്ളാഹു തരുന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ പറ്റിപ്പോയ പിഴവുകളെ കുറിച്ച് അതുപോലെ മനസ്സിലൊരു വേദനയും അങ്ങൊക്കെ ഉണ്ടാവുക, ഈ രണ്ട് കാര്യങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സൗഭാഗ്യമാണ്, എല്ലാവർക്കും കിട്ടാത്ത ഒരു വലിയ ഭാഗ്യമാണ് എന്ന് ഈ ഹദീസ് നമുക്ക് പഠിപ്പിക്കുകയാണ്. അനിൽ അഗർ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ അയ്യുഹന്നാസു തൂബു ഇലല്ലാഹ് ഫഇന്നി അതൂബു ഇലല്ലാഹി മിൻ യൗമി മിഅത മറ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അഗർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനോട് തൗബ ചെയ്യുവിൻ, കാരണം ഞാൻ ഓരോ ദിവസവും 100 പ്രാവശ്യം അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നുണ്ടെന്ന് മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ ഒരു പാപം പോലും ചെയ്യാത്ത മഅസൂമായ അള്ളാഹുവിൻ്റെ റസൂൽ, ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഒരു ദിവസം 100 പ്രാവശ്യം അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നു എന്ന ഹദീസുകൾ പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, നാം ഒന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ വന്നുപോയ സർവ്വ
പോരായ്മകളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് നാം ഈ ഹദീസ്, നാം തെറ്റ് ചെയ്യുന്നവരാണ്, ആ തെറ്റുകൾ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങണം. ഒരു ഖേദം നമ്മുടെ മനസ്സിലുണ്ടാകണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിലൂടെ നമുക്ക് ദുനിയാവ് ആഖിറവും രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ നമുക്ക് പെടാൻ കഴിയും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. സന്തോഷവും സമാധാനവുമുള്ള ജീവിതം അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. സന്തോഷമുള്ള ജീവിതം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മരണസമയം അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് നിങ്ങളുടെ ഓരോരുത്തരെയും വിലപ്പെട്ട ദുആയിൽ നിസാദുവാ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്നുള്ള വസിയ്യത്തോടെ വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.